Very warm welcome, my dear students. Okay, today we are doing one more problem from diesel cycle. Okay, shall we start? Shall we start? Yeah, this is a question. An ideal diesel cycle operates on 1 kg of air with an initial pressure of 1 bar and the temperature of 35 degrees centigrade. The pressure at the end of the compression is 33 bar and the cutoff is 6% of stroke. Determine the compression ratio, heat supply, the heat rejected and thermal efficiency. Okay. നമ്മൾ ഈ ഒരു ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തെർമൽ എഫിഷ്യൻസി കാണാം. എന്തായിരുന്നു? Heat supplied minus heat rejected divided by heat supplied is equal to thermal efficiency. So we don't know compression ratio. Okay. Heat supplied equation area, heat rejected equation area. What is compression ratio? What is the value of compression ratio? That is the ratio between volume, first volume and second volume. V1 divided by V2 is equal to compression ratio. So, we are moving to the problem. See, what is given that mass equal to 1 kg, initial pressure is 1 bar, that is P1. Not final pressure, pressure at the end of compression. 1 to 2 സ്റ്റേജിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇപ്പൊ സി നമ്മൾ ഫിഗർ ഒന്ന് വരയ്ക്കാം. നമ്മുടെ ഈ ഒരു ഡീസൽ സൈക്കിളിലെ PV ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ PV ഡയഗ്രം നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഡീസൽ സൈക്കിളിന്റെ PV ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ this is P, this is V, right? So 1 to 2 is adiabatic compression, 2 to 3 is isobaric heat addition, 3 to 4 is adiabatic expansion, and 4 to 1 is 4 to 1 is isochoric heat rejection. 3, 4. Right. So, the pressure at the end of compression, that is second stage ഇവിടെയുള്ള P2 value, this value is what? 33 bar. This is 33. P1, here it is 1 bar. This is 1 bar and this is 33 bar. Okay. So easily we find out what V1 value, R value. Before going to that, I will explain one thing. Here they are given cutoff ratio is 6%. Cutoff is 6% of stroke volume. What is stroke volume? See, first നമ്മളെ ഒരു piston cylinder arrangement ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Okay.
ഇവിടെ പിസ്റ്റൺ, ഇവിടുന്ന് ഒരു കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ഇത് ക്രാങ്ക്. ഈ ഒരു സിലിണ്ടറിലാണ് വർക്കിംഗ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു പ്രോസസ് നടക്കുന്നത് എവിടെയാണ്? പിസ്റ്റൺ സിലിണ്ടർ ഈ അറേഞ്ച്മെന്റിലാണ്, എഞ്ചിന്റെ അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നു, ഇതാണ് വാട്ട് ദിസ് ഇസ് എ പിസ്റ്റൺ. ഈ ഒരു പിസ്റ്റൺ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മൂവ് ചെയ്യാണ് ചെയ്യണത്. ഇവിടേക്ക് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പൊസിഷൻ ഇങ്ങനെ മൂവ് ചെയ്യണതിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ വർക്കിംഗ് നടക്കുന്നത്. ഈ ക്രാങ്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംടൈംസ് ഈ ഒരു പൊസിഷനിലേക്ക്, ഇതിപ്പോ ഈ ഒരു പൊസിഷനിലാണ് ഇതിന്റെ കണക്റ്റിംഗ് റോഡ് നിൽക്കുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റൺ എന്തായിരിക്കും? പിസ്റ്റൺ ഇവിടുന്ന് അങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ അതിനുശേഷം വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്ത് ഈ പോർഷനിലേക്ക് എത്തുമ്പോഴേക്കും പിസ്റ്റൺ മൂവ് ചെയ്ത് ഈ ഒരു പോർഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്? അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്, ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റില് ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ക്ലിയറൻസ് വോളിയം ഉണ്ടായിരിക്കും. ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു വോളിയം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ലെവല് വരെ ഈ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഈ പോർഷനിൽ നിന്ന് ഈ ഒരു പോർഷൻ വരെ ഈ പിസ്റ്റൺ മൂവിങ് ഉണ്ടായിരിക്കുള്ളൂ, കണക്റ്റിംഗ് റോഡ് വഴി മൂവ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഇതിനനുസരിച്ചിട്ടാവും നമ്മുടെ ഈ ഒരു നമ്മൾ മില്ലുകളിലെല്ലാം കാണുന്ന ഒരു കാര്യമാണിത്. ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ എൻജിൻസിലുണ്ടെങ്കിൽ എൻജിൻ തുറന്നു നോക്കലൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. ഓക്കെ, എൻജിന്റെ ഉള്ളിലെല്ലാം ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾക്ക് കാണല് കുറവായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സാധനത്തിനെ നിങ്ങൾ പിടിച്ച് വലിക്കുകയാണ്, ഇവിടെ സർക്കിള് ഒരു ഇതുണ്ട്, കൂടെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇതിങ്ങനെ ഫുൾ റൊട്ടേറ്റ് ചെയ്ത് ഈ കണക്റ്റിംഗ് റോഡ് ഈ പോർഷനിലേക്ക് എത്തുമ്പോൾ സപ്പോസ് ലൈക്ക് എത്തുമ്പോഴേക്കും ഇതൊരു ഫിക്സഡ് മൂവ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ സിലിണ്ടർ ഈ പോർഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡ്രോയിങ് അത്രയ്ക്ക് അങ്ങോട്ട് ഇവിടെ ഇല്ല, പിന്നെ മൗസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പോർഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ റൊട്ടേറ്റ് ചെയ്ത് ഈ ലൈൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ പോർഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരിക്കും. അഗെയിൻ അത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴെന്തായിരിക്കും? വേറൊരു കളർ വെച്ച് ജസ്റ്റ് കാണിക്കാം. അപ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴാണെങ്കിൽ ഈ ഒരു പിസ്റ്റന്റെ ഈ ഒരു റോഡ് ഇത്രയും എത്തിയിട്ടുണ്ടായിരിക്കും. ഈ റോഡ് ഇത്രയും എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ പിസ്റ്റൺ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ മൂവ്മെന്റിന് അനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള വർക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസൽ സൈക്കിളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിയറൻസ് വോളിയം, കുറച്ചൊരു വോളിയം വിട്ടിട്ടായിരിക്കും ഈ ഒരു പിസ്റ്റൺ നിൽക്കുന്നുണ്ടാവുക. ആ വാല്യൂ ആണ് എന്ത്? V2 പറയുന്നത്. ഇവിടെയുള്ള ഈ V2 പറയുന്ന ഈ വാല്യൂ ഈ ലെവലിലായിരിക്കും V2 ഉണ്ടാവുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പൊ ഈ V2 നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു V1 എന്നുള്ള ഈ ഒരു പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് മാക്സിമം വാല്യൂ വോളിയം ഉണ്ടായിരിക്കുക. ഇവിടെ മാക്സിമം വാല്യൂ വോളിയം ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ പോർഷൻ വരെയാണ് എക്സ്പാൻഷൻ ഉണ്ടാവുക. പിന്നീടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? കംപ്രസ് ചെയ്യണം. കംപ്രസ് ചെയ്യുമ്പോൾ മാക്സിമം ഇതുവരെ കംപ്രസ് ചെയ്യുന്നുണ്ട്. അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോൾ ഇതുവരെ V2 വാല്യൂ വരെ നമ്മൾ കംപ്രസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ V1 മൈനസ് V2നെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം, അതർവൈസ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്, സ്ട്രോക്ക് വോളിയം. ഓക്കെ, സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ V1 മൈനസ് V2 സ്ട്രോക്ക് വോളിയം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗിവൺ ദാറ്റ് കട്ട് ഓഫ് ഈസ് 6% ഓഫ് സ്ട്രോക്ക് വോളിയം പറയുന്നുണ്ട്. സോ കട്ട് ഓഫ് ഈസ് 6% ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കട്ട് ഓഫ് വാല്യൂ പറഞ്ഞാൽ ഈ B3 വരുന്നതാണ്. B3 വാല്യൂല് വരുന്നതാണ്. B3 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? B3 value is equal to V3 is equal to V2 plus V2 ഓടെ ഫിക്സഡ് ആയിരിക്കും. V2 plus 6%, that is 0.06 into V1 minus V2 സ്റ്റോക്ക് ലെങ്തിന് V1 minus V2. മനസ്സിലായോ? ക്ലിയർ? നത്തിങ്. നമ്മുടെ VBC വാല്യൂ, ഒരു ക്ലിയറൻസ് വാല്യൂ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു പോർഷൻ വരെയാണ് ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ ഈ പിസ്റ്റൺ മൂവ്മെന്റ് ഉണ്ടായിരിക്കുക. അതുപോലെ മാക്സിമം വോള്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വോള്യം V1 അതായിരിക്കും അതിന്റെ ഒരു ടോട്ടൽ വോള്യം വരുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ V1 എന്നാണ് നമ്മുടെ ഈ ഒരു വോള്യം, മാക്സിമം വോള്യത്തിൽ എത്തിയിട്ടാണ് അതിനെ കംപ്രസ് ചെയ്യാൻ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് V1 വാല്യൂ. സോ V1 സ്റ്റോക്ക് വോള്യം അല്ലെങ്കിൽ സെപ്റ്റ് വോള്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ V1 മൈനസ് V2 ആയിരിക്കും. സി V1 മൈനസ് V2 ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫ് ഈസ് cut off is 6% of stock എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റോക്ക് ലെങ്ത് ഈക്വൽ ടു ഈ V1 മൈനസ് V2 ആയിരിക്കും സ്റ്റോക്ക് ലെങ്ത് വരിക. അതിന്റെ 0.6 അല്ല 6% ആണ് പറഞ്ഞിരിക്കുന്നത്. 6% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.06 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 മൈനസ് V2 ഇൻറ്റു 0.06, ദാറ്റ് ഈസ് കട്ട് ഓഫ്. സോ V3 വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു V3 വാല്യൂ ഇവിടെയാണ് കട്ട് ഓഫ് വരുന്നത്. സോ ഈ V3 വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 0.06 ഇൻറ്റു V1 മൈനസ് V2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ലെങ്ത്. അപ്പൊ ദാറ്റ് ഈസ് പ്ലസ് ഈ V2 കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതാണ് വോള്യം 3 വരുന്നത്. കാരണം നോക്കൂ, ഈ ഒരു പോർഷനിൽ എത്തിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യണം. ഇത്രയും വരുന്നില്ലേ V3. കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.06 ഇൻറ്റു V1 മൈനസ് V2 ആണെന്നുണ്ടെങ്കിൽ അത് ഇത്രയും പോർഷൻ ആയി. ഈ V3 മൈനസ് V2 ആണ് അത്രയും വരുന്നത്, കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ V3 is equal to V2 plus 0.06 into V1 minus V2. Clear? Crystal clear? Clear? Everybody? So we move to our problem. So we know that in the first one is adiabatic process. First 1 to 2 is adiabatic process. So adiabatic process പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ്? എൻട്രോപ്പി. മറക്കരുതേ, എൻട്രോപ്പി that is equal to entropy is equal to constant. So delta S change in entropy എന്താ വരിക? 0. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും ജസ്റ്റ് ഡിഫർ. ഇതുവരെയുള്ള പ്രോബ്ലംസിലൊക്കെ നമ്മൾ എന്താ കണ്ടിരുന്നത്? ടെമ്പറേച്ചർ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ടെമ്പറേച്ചർ T2 is equal to V2 minus V1 the whole raised to gamma minus 1. അല്ലേ? T2 minus T1 divided by T2 is equal to V2 divided by V1 whole raised to gamma minus 1. അതാണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. ഇവിടെ എന്ത് ചെയ്യാം? V1 അറിയോ? No. V2? No. V3? No. V4? No. So we will take pressure ratio. എന്താണ് ആകെ അറിയണത്? ഒരു ടെമ്പറേച്ചറും അറിയാം, ഒരു പ്രഷറും അറിയാം, പ്രഷർ ഉണ്ടെന്ന് അറിയാം. പ്രഷർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം തന്നെ സെലക്ട് ചെയ്തത്. സോ വാട്ട് ഈസ് compression ratio? Compression ratio is equal to
V1 divided by V2. V1 divided by V2 is equal to what? Pressure difference P2 divided by P1 P2 divided by P1 whole raised to 1 by gamma. Correct? എന്താണ് അഡിയബാറ്റിക് പ്രോസസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് അഡിയബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് റേഷ്യോ വരിക? ഇക്വേഷൻ എന്താ വരിക? P1 V1 whole raised B1 raised to gamma equal to P2 V2 raised to gamma. Correct? So P1 by P2 is or P2 by P1 equal to V2 by V1. Sorry, V1 by V2. V1 by V2 whole raised to gamma എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V1 by V2 is equal to P2 by P1 whole raised to 1 by gamma. Gamma, value of gamma is 1.4. Equal to what? P2 by P1. P2 value is 33 bar ആണ് അല്ലേ? 33 bar. Even that is 33 bar, right? So 33 into 10 raised to 5. Whole divided by P1 values is 1 bar. 1 into 10 raised to 5. 10 raised to 5 equal to, sorry, the whole raised to what? 1 by 1.4. What we get? Just calculate it. So 33 raised to 1 by 1.4 is equal to 12.15. 12.152 equal to 12 2. 12.15. 12.15. What is V1 by V2? V1 by V2 is equal to compression ratio. Compression ratio R. Okay. Compression ratio is equal to 12.15. Correct? Any doubt? Nothing. First one is adiabatic process. What is compression ratio? Compression ratio is equal to the total volume divided by clearance volume. V1 by V2. So first step is adiabatic. First process is 1 to 2 is adiabatic process.
In the adiabatic process, delta is entropy is zero, constant. Delta is equal to 0. So P1 V1 raised to gamma is equal to P2 V2 raised to gamma. So P1 by V1 by V2 is equal to P2 by P1 the whole raised to 1 by gamma. That is equal to P1 equal to 33 bar and P2 is equal to 33 bar and P1 is equal to 1 bar. So 33 into 10 raised to 5, that is converted into Newton per meter square, divided by 1 into 10 raised to 5 whole raised to 1 by 1.4. 1.4 is value of gamma. So R is equal to compression ratio. R is equal to 12.15. Okay. Okay, students. Next question is, what is heat supplied? Heat supplied. So heat supplied equation, what is heat? How to calculate heat supplied? Heat supplied is equal to, which stage heat supplied happened in isobaric process. So heat supply is equal to M into CV into temperature difference T3 minus T2. Right? So we don't know value of T3, value of T2. Sorry, a mistake happened. Not MCV. What come? MCP, specific heated constant pressure, not volume. We know M, value of M we know, value of CP we know, but we don't know T3 value and T2 value. Only know that we know that T1, value of T1, what is value of T1? What? T1 value is equal to 35 degree. So T1 is equal to 35 equal to 273 plus 35. What comes? 308. 308 Kelvin. 308 Kelvin. This is degree centigrade. Degree centigrade. We change into Kelvin. So 308 Kelvin. So how to calculate? We know first one to two process is adiabatic process. So adiabatic process T1, the relation between the temperature and pressure is equal to is T2 divided by T1 equal to P2, correct, P2 divided by P1 the whole raised to gamma divided by 1 minus gamma gamma minus 1 divided by gamma, correct, gamma minus 1 divided by gamma. So
P2 is 33 അല്ലേ? 33 bar I think. Right, 33 bar. 33 into 10 raised to 5 divided by 1 into 10 raised to 5. 1 into 10 raised to 5 is 10 raised to 5. Right? 10 raised to 5 whole raised to gamma value is 1.4. So 1.4 minus 1, that is 0.4 divided by 1.4. 0.4 divided by 1.4, that is equal to, calculate it. So 30, 10 raised to 5 and 10 raised to 5 cancel. 33 raised to 0.4 divided by 1.4 is equal to 2.715. 2.715. So T2 is equal to 2. T2 is equal to, what comes T2 value is equal to, what? T1 into, T1 is equal to 308, correct? 308 Kelvin. Kelvin ആക്കി ചേഞ്ച് ചെയ്യണേ. ഏത് വാല്യൂ ആണെങ്കിലും കെൽവിനിലേ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. ഇൻറ്റു this value, or 2.71. 715 is equal to, T2 is equal to 836 വരും. 836.39. അത്രയും what? Kelvin. അത്രയും Kelvin. Right? Okay. T2 കിട്ടി. Then what is the value of T3? T3 കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാലേ നമുക്ക് ഹീറ്റ് സപ്ലൈ കാണാൻ പറ്റുള്ളൂ. Right? So we don't know cutoff ratio. If we calculate value of V3, then we have to find out value of T3. So നമ്മൾ നേരത്തെ കണ്ടു സ്റ്റോക്ക് വോളിയം കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ലെങ്ത് എല്ലാം തന്നിട്ടുണ്ട്. 6% ഓഫ് സ്റ്റോക്ക് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Cut off is 6% of stock. It is given that. So V3 is equal to V2 plus 0.06 into V1 minus V2.
Correct. So we don't know value of V3. So a small trick. And then we know that V1 by V2. What V1 by V2? What V1 by V2 is equal to, what is the cutoff, compression ratio? We find out the value of compression ratio, that is equal to 12.15. 12.15. Right. So V2 value, V1, we will find out V1 in terms of V2, that is equal to 12.15 into V2. V1 is equal to 12.15 into V2. So 12.15 minus 1 is equal to 11.15. Okay. ഇവിടെ ഈ ഒരു V2 ഈ V1 നമ്മൾ 12.15 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും വരിക? V3 is equal to V3 is in terms of V2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. So V2 plus 0.06 into 12.15 minus 15 V2 minus V2. What? 12.15 is equal to 0.15 into 0.06 equal to 1. V3 is equal to 1.669 V2. 1.669 V2. So V1 by V2 is equal to cutoff ratio. Cutoff ratio V3 by V2 is equal to what? V3 by V2 is equal to 1.669. 1 point. Correct. Got it? Got it? Clear? Okay. V3 by V2 value കിട്ടി. Next, V2 by V3 കിട്ടിയിട്ടുണ്ടെങ്കിൽ, that is constant pressure process ആണ്. And 2 to 3 is constant pressure process. So we know that PV by P1 V1 by T1 is equal to P2 V2 by T2. P is constant. So V2 by T2 is equal to what? V3 by T3. V3 by T3. Okay. So V3 by V2 equal to T3 by T2. Right? Any doubt? T3 by T2. V3 by V2 ratio ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്തായിരുന്നു? 1.669. So T3 value is equal to T3 find out ചെയ്യാം. T3 is equal to
T2. What is the value of T2? T2 value 836. 836. 836.4 Kelvin. 4 into T3 36.4 into 1.669. എത്ര വരിക? 1.669 into 836.4 equal to 1395 വരും. അത്രയും കേൾവി 1395.95 അത്രയും Kelvin. Okay, T3 value കിട്ടി. Oh my god. So we have to find out value of heat supply. Yeah, right. Heat supply is equal to, we got everything. Mass into mass value is 1 into what? CP value 1.005. 1.00005, not 3 zeros. 1.005 into what? 1395 minus 836.4. Right. So 1395 minus 836.4 equal to 558.6 into 1.005 is equal to 561.39 is equal to 561 point yeah 393. I got this answer. Correct, everybody? What you got? What you get? Correct? Yeah. So heat supply value is equal to 561.393. Right. Heat rejection കാണുകയാണെങ്കിലോ? Heat rejection കാണുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? Heat rejection equal to QR equal to MCV into stage T4 minus T1 വരും. Okay. T4 minus T1. But before that, നമുക്ക് എന്തൊക്കെ അറിയാം ഇവിടെ? ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി കാണാൻ അറിയാം. ഇപ്പൊ ഇത്രയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിന് കഴിഞ്ഞ സ്റ്റെപ്പിലെ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. കട്ട് ഓഫ് റേഷ്യോ കിട്ടി,
എന്താണ് 1.669. അതേപോലെ കംപ്രഷൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. എന്താണ് വാട്ട് ഈസ് കംപ്രഷൻ റേഷ്യോ? 12.15. ഈ രണ്ട് വാല്യൂസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വാട്ട്? എഫിഷ്യൻസി. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, എഫിഷ്യൻസി എന്ന് കണ്ടുനോക്കാം. Efficiency is equal to efficiency. The value of efficiency is equal to what? 1 minus എന്തായിരുന്നു? പറയൂ, നിങ്ങൾ കൂടെ പറയൂ. 1 by gamma into 1 by r raised to gamma minus 1 r raised to gamma minus 1 into rho. Yeah. Rho is cutoff ratio. Cutoff ratio gamma minus 1 divided by cutoff ratio minus 1. Yeah. ഇത് ഇൻഡു ആണേ. വേറെ എന്താ സിമ്പിൾ എന്നൊന്നും ചോദിക്കരുതേ. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി പോസ് ചെയ്ത് ബാക്ക് അടിച്ച് ഒന്നും കൂടി കാണാം. ഒരു പ്രാവശ്യം കണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോ അത്രയും ശരിക്കും നമുക്ക് ആലോചിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി എക്സാം ടൈമിലാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഒന്ന് ഓടിച്ചു വിടുക എക്സാമിന് മുമ്പേ ആയിട്ടോ. എക്സാം ഇപ്പൊ നാളെയാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. മുഴുവൻ കാണാൻ ഞാൻ ഇപ്പൊ ഈ പറയണൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഓടിച്ചു വിടാം. റൈറ്റ്. സോ 1 minus 1 by 1.4 into 1 by 12.15 whole raised to 0.4. Gamma minus 1, 1.4 minus 1, 1.4 into cutoff ratio. What is cutoff ratio? 1.669 അല്ലേ? Sorry. 1.669. Whole raised to 1.4 minus 1 divided by 1.669 minus 1. What we get is equal to 50.5877. That is 58%. 58%. Correct. Okay. എന്താ നമുക്ക് അറിയാം അതില്? ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? എഫിഷ്യൻസി കണ്ടുപിടിച്ചോ. നെക്സ്റ്റ് heat rejection rate. We know that efficiency is equal to 1 minus heat rejected divided by heat supplied. Right. That is equal to
1 minus heat rejected value we need to calculate. Heat rejected divided by heat supplied എന്താണ്? What is the value of heat supply? 562. 562.35. 35. Right. Equal to efficiency അപ്പോൾ പെർസെൻറ്റേജിൽ ഇടരുതേ 0.58 5877. Okay, so heat supply equal to, sorry, heat rejected is equal to 1 minus 0.5877 into 562.35. Correct. So what is the value? 1 minus 0.5877 into 562.35 is equal to heat rejected equal to 231.85. അത്രയും. What is the unit? Unit is compulsory. Kilojoule. Okay, any doubt? Any doubt? Okay, QR is equal to 1 minus what? Efficiency into heat supply. Okay. So we will wind up today's lecture. Thank you. Thank you for listening my class. Thank you.